ഇതെപ്പോഴാ ഇതിനകത്ത് കയറിയത്? ടിക്കറ്റ് എടുത്തോ? ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് 35 വർഷമായി. എന്റെ ഏട്ടനാ മലയാള MA കാരനായതുകൊണ്ട് സാഹിത്യത്തിൽ സംസാരിക്കുന്നതാ ഇഷ്ടം. ഞാൻ എന്ത് നല്ല കാര്യം പറഞ്ഞാലും ശരി എന്നെ ചീത്ത പറയും. അത്രയ്ക്ക് സ്നേഹ. സുധാകരൻ തൂത്തുക്കുടിന്ന് വന്നിട്ടുണ്ട്. ഓ വന്നോ? ഇനി എന്താ ഏതാന്നൊന്നും ചോദിച്ച് അവനെ വിഷമിപ്പിക്കണ്ട. എന്താ ഒരു മുൻകൂർ ജാമ്യം? ഓ നീ വന്നോ? എന്നാലും ഇത് എന്തൊരു പോക്കാടാ സുധാകര നീ പോയത്. എടാ ഈ തൂത്തുക്കുടി എന്ന് പറഞ്ഞ അന്റാർട്ടിക്കയിലൊന്നും അല്ലല്ലോ, ഒരു കത്തയച്ചൂടെ? അച്ഛാ അത് 11 ഇല്ലന്റുമായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. പക്ഷെ എഴുതാൻ സമയം കിട്ടണ്ടേ? നിന്റെ തേക്ക് പരിപാടി എന്തായി? ഗുണം കിട്ടുവോ? ഈ നാടിന് തേക്കല്ല ആവശ്യം, പിന്നെ സത്യസന്ധത. ഇന്ന് നട്ട് 20 കൊല്ലം കഴിഞ്ഞ് മുളച്ചാലും കുഴപ്പമില്ല. സത്യസന്ധതയുടെ വിത്ത് ആരെങ്കിലും ഈ നാട്ടിൽ കുറച്ച് നട്ടേ പറ്റൂ. നീ സാഹിത്യം കള. പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് 3000 രൂപ കടമെടുത്താ നിന്നെ തൂത്തുക്കുടിയിൽ അയച്ചത്. സകല ചെലവും കഴിഞ്ഞ് ആദ്യത്തെ ശമ്പളം തന്നെ 2000 കവിയുന്നല്ലേ നീ പറഞ്ഞേ? നിന്റെ 2000 കവിഞ്ഞില്ലേ? അച്ഛാ അതൊക്കെ ബ്രോഷറിലടിച്ച് ആൾക്കാരെ പറ്റിക്കല്ലേ. പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ല വന്നാല് കഷ്ടമല്ലേ? അച്ഛാ ഒരൊറ്റ മാസം കൊണ്ട് 7500 യൂണിറ്റ് വിൽക്കാനാണ് ഞാൻ പ്ലാൻ ഇട്ടത്. ടാർജറ്റിലെത്താൻ 2500 കുറവേ ഉള്ളൂ. തലപ്പത്തിരിക്കുന്ന ഈ ഷെയർ ഹോൾഡേഴ്സ് ആണ് ഈ കള്ളക്കളിച്ച് കൂട്ടു നിൽക്കുന്നത്. വിശ്വസിച്ച് ഞാൻ കൊള്ളത്തില്ല ഒറ്റ ഒരെണ്ണത്തിനെയും. അപ്പൊ 3000 പോയോ? ഇല്ല, 1700 തിരിച്ചു കിട്ടി. 1300 പോയി കിട്ടി. അതെ. എന്താ സംഭവിച്ചത്? അതെ, ഭൂമിയിൽ മുമ്പ് തൂത്തുക്കുടി എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഇവൻ തേക്കുമായിട്ട് അവിടെ ചെന്നോടെ അത് ഇല്ലാതായി. അത്ര തന്നെ. അമ്മണി ഇതോടെടുത്തോ. വല്യേട്ടന് കുളി കഴിഞ്ഞിടാൻ വല്ലതുണ്ടോ? വല്ലതുണ്ടോന്ന്? ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. എങ്കിൽ ഞാനൊരു മുണ്ടും ഷർട്ട് പെട്ടെന്ന് അലക്കി തരാം. എന്തോ ഈ കമ്മലിന്റെ മീത് വേറൊരു ഫിറ്റിങ്. ഏട്ടൻ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നേ? ഇപ്പൊ എല്ലാരും ഇങ്ങനെയാ. നീ ടൈപ്പിന് ചേർന്നോ? ഏയ്, MA കാർക്കും BCom കാർക്കും ഒക്കെ ജോലി കിട്ടാതെ നടക്കുമ്പോഴാ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ട് എനിക്ക്. എടീ, ഈ പെമ്പിള്ളേ ടൈപ്പ് പഠിക്കാൻ പോകുന്ന എന്തിനാ? 10ാം ക്ലാസ് ജയിച്ചാലും തോറ്റാലും ഇനിയൊരുത്തിന്റെ പള്ളിക്ക് കെട്ടിവെക്കുന്നത് പോയിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. അതിനപ്പുറം നീ ഒന്നും മനസ്സിൽ അവനെ കാണണ്ട. എനിക്ക് ഇവിടെ ഉള്ള സ്ഥലമൊക്കെ മതി. ഓ, ഇതെന്തിനാ ഈ പേഴ്സ്? അലക്കാനാ? ആ, അലക്കാരും വലിയ കുഴപ്പമൊന്നുമില്ല. ആ പടം 5 10 കാണും. 5 10 മാത്രല്ല, ഇതിന്റെ അകത്തൊരു മുഖവും കാണുന്നുണ്ട്. വല്യേട്ടൻ ഇപ്പോഴും ഈ ഫോട്ടോ പേഴ്സിൽ കണ്ടിട്ട്. സത്യം പറ, ഈ ചേച്ചി ഇപ്പൊ എവിടെയാ? ഏത് ചേച്ചി? സീതാലക്ഷ്മി ചേച്ചി. ഈ കുട്ടി കല്യാണം കഴിച്ച ഹൈദരാബാദിൽ പോയിട്ട് വർഷങ്ങൾ കുറെ ആയെന്ന. ഇത് കല്യാണത്തിന് മുമ്പ് നീ ഇതിങ്ങനെ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നോണ്ടാ വല്യേട്ടൻ കല്യാണം കഴിക്കാത്ത. ഓ, അങ്ങോട്ട് അകത്തേക്ക് കഴിക്കാൻ ഒരു വഴിയും കാണാതിരിക്കുമ്പോഴാ കല്യാണം. ഇത്തിരി വൈകി പോയി അച്ഛട്ടാ, ഞാൻ ഉപ്പിട്ടിട്ട് വേഗം വരാം. പോയിട്ട് കാര്യമില്ല. എന്താ? ലീവിൽ പോയ ഭരതൻ ഇന്ന് ഡ്യൂട്ടിക്ക് വന്നു. തന്റെ റൂട്ട് മുതലാളി മാറ്റി. അയ്യോ, അപ്പൊ എന്റെ സന്ധ്യ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടൂ. താൻ പോയ ബസ്സിലെ കണ്ടക്ടർ ഭരതൻ ഇന്ന് ലീവ് കഴിഞ്ഞു വന്നു. നീ തൽക്കാലം 33 പൈലറ്റിൽ പോ. അതിലെ കണ്ടക്ടർ ഇന്നും നാളെ ലീവാ. ഭരതനെ 33 18 മാറ്റിയിട്ട് എനിക്ക് പഴയ റൂട്ട് തന്നെ തന്നൂടെ മുതലാളി? ആ റൂട്ട് എനിക്കിപ്പോ കാണാപ്പാടാ. അത് പറ്റില്ല. തനിക്ക് ഞാൻ പറയുന്ന റൂട്ടേ പോകാൻ പറ്റുമോ? പറ്റില്ല. എന്നാ തനിക്കുള്ള പണിയില്ല, പോ. അമ്മണി, ആ മിക്സിംഗ് എടുത്തേ. അല്ലമ്മേ, പെട്ടെന്ന് ഇങ്ങനൊരു പനി വന്ന് കയറാൻ എങ്ങനെയാ എനിക്ക് മനസ്സിലാകത്ത്. അത് മനസ്സിലാക്കാൻ മലയാള MA വരെ പോണമെന്നില്ല. തൂത്തുക്കുടി നേട്ടം വെറും കൈയോടെ മടങ്ങി വന്നതാണ് അച്ഛന് പനിക്കാൻ കാരണം. എടാ, നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കാൻ എനിക്ക് പണ്ടേ താല്പര്യമില്ല. ഇനിയിപ്പൊ അതുകൊണ്ടാണ് അച്ഛന് പനി വന്നതെങ്കിൽ ആ പനി ജന്മം മാറാനും പോകുന്നില്ല. എന്താ ഇന്ന് വരെ കിട്ടിക്കൊണ്ടിരുന്ന 4 കാശ് കളഞ്ഞു കുളിച്ചിട്ടല്ലേ നീ വന്ന് നിൽക്കുന്നേ? അതുകൊണ്ട് അച്ഛന് പനിച്ചൂടെ? അതൊരു തരം താണ പണിയാണമ്മേ. തോന്നുമ്പോ റൂട്ട് മാറ്റാൻ ഞാൻ എന്താ അയാളുടെ? ആ റൂട്ട് മാറുമ്പോ ഇവനും റൂട്ട് മാറ്റുമെന്ന് എനിക്കെന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. സ്വല്പം നിലാവ് കാണുമ്പോ ഏത് കുറുക്കനും ഒന്ന് കൂവും. ആ റൂട്ടിൽ അല്പം നിലാവ് കിട്ടി അവനും ഒന്ന് കൂവി, അത്രേ ഉള്ളൂ. അച്ഛൻ എന്താ ഒരുമാതിരി മലയാള MA കാരെ പോലെ സംസാരിക്കുന്നത്? പലത് മനസ്സിലുണ്ടേ തെളിച്ചു പറ. ഏട്ടൻ കണ്ണൂരിട്ടുണ്ടാ വലിയ പ്ലാനിങ്ങും കൊണ്ട് പോയതല്ലേ തേക്ക് ബിസിനസിന്? കണക്കൂട്ടുമ്പോ കടലാസിൽ ലാഭം ഇങ്ങനെ കുന്നുകൂടുകയായിരുന്നു. എന്നിട്ട് എന്തായി? എടാ, ഇപ്പൊ ഏത് ബിസിനസ്സും ആരംഭത്തിലെ അങ്ങനെ അങ്ങോട്ട് പച്ചപിടിക്കണമെന്നില്ല. എന്താ
ഞാനൊരു പരീക്ഷണ നിലയിലാണ് തേക്ക് കൃഷി ഏർപ്പെട്ടത് തന്നെ. അതെ അതെ, ഈ നാട്ടിലും കുറച്ചുപേർക്ക് തേക്ക് വിറ്റിരുന്നില്ലേ? അതുകൊണ്ട് എന്താ ഇപ്പം? ആ അടിയോടി ഇന്നലെയും വന്നിരുന്നു ചേട്ടനെ തിരക്കി. തേക്ക് വാങ്ങിയവർക്കൊക്കെ ഞാൻ സമ്മതപത്രം കൊടുത്തിട്ടുണ്ട്. 20 വർഷം കഴിഞ്ഞ് ചെന്നാൽ അവർക്കൊക്കെ തേക്കും കിട്ടും. 20 വർഷം കഴിഞ്ഞ് ചെന്നാൽ അവിടെ തേക്കിന്റെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും. ഏട്ടനെ വിശ്വസിച്ച് പണം മുടക്കിയവർക്ക് അവിടെ ചെന്ന് തേക്കിന്റെ 16 അടിയന്തരവും നടത്തി മടങ്ങാം. അച്ഛാ, അച്ഛൻ എന്നെ വിശ്വാസക്കുറവുണ്ടോ? ഉണ്ടേ പറ. വിശ്വാസ കുറവുണ്ടെങ്കിൽ തന്നെ അച്ഛൻ അത് മുഖത്ത് നോക്കി പറയില്ല. അതാ അച്ഛനെ എനിക്ക് വിശ്വാസമില്ലാത്തത്. എന്റെ മനസ്സിൽ പല പുതിയ പദ്ധതികളുണ്ട് അച്ഛാ. അയ്യോ, എന്താ? ചിലതൊക്കെ ഉറപ്പിച്ചിട്ട് തന്നെ ഞാൻ തൂത്തുക്കുടി ഇങ്ങോട്ട് പോന്നിരിക്കുന്നേ. അച്ഛാ, നമുക്കേ ഒരു വികലാങ്ങനെ കിട്ടാൻ വല്ല മാർഗമുണ്ടോ? എന്റെ കൈയും കാലും തല്ലി ഒഴിച്ചെന്നാ ഞാൻ വേണേ ഒരു വികലാങ്ങനാകാം. അങ്ങനെയാണെങ്കിൽ അതിലും നല്ലത് മുത്തച്ഛനാ. അച്ഛാ, ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. ഒരു വികലാങ്ങനുണ്ടെങ്കിൽ നമുക്കൊരു STD ബൂത്ത് തുടങ്ങാം. പേപ്പറുകളൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഒരു STD ബൂത്ത് എന്ന് വെച്ചാൽ ഇപ്പൊ എന്താ കമ്മീഷൻ? വല്യേട്ടാ, ഓ, നമ്മുടെ ഉണ്ണിവാസുവിനെ പിടിച്ചൂടെ? ഉണ്ണിവാസു ഒരു വികലാങ്ങനല്ലേ? പറഞ്ഞ പോലെ ഉണ്ണിവാസു വികലാങ്ങനാണല്ലോ. ഉണ്ണിവാസു, സുധാകരനോ വന്നു? ഞാൻ അറിഞ്ഞു. നീ ഇങ്ങോട്ട് വന്നേ. ചൂണ്ടയിലൊന്നും കൊത്തിട്ടില്ല. കൊത്തുമോന്ന് നമുക്ക് നോക്കാം, വാ. എന്താ സുധാകരേട്ടാ? നീ മതി. ഏട്ടൻ STD ബൂത്തിന് തറക്കല്ലിട്ടു അല്ലേ? തറക്കല്ലോ? ചേച്ചി പറയുന്ന ഉണ്ണിവാസുവിനെ കിട്ടിയ കാര്യം അമ്മേ. ഓ, അതാണോ? വിചാരിക്കുന്ന ഏത് കാര്യം നടത്താനും ഇവിടെ ഓരോരുത്തർക്കും നല്ല സാമർഥ്യ. അവരുടെ ഏത് ആഗ്രഹത്തിനും അച്ഛനും അമ്മയും കൂട്ടു നിൽക്കുകയും ചെയ്യും. എന്റെ കാര്യം വരുമ്പോ മാത്രം ആർക്കും ചെവി കേൾക്കൂല. നിന്റെ ഏത് കാര്യത്തിനാ ഇവിടെ ചെവി കേൾക്കാതിരുന്നിട്ടുള്ളത്? എനിക്കൊരു സിന്ധി പശുവിനെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നാളെ എത്രയായി? ചേട്ടന്റെ കായക്കച്ചവടം വന്ന് ആഴ്ചയിൽ 3 ദിവസമായി. പിടിച്ചു കെട്ടാൻ ഒരു പശു ഉണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നോളാം. അച്ഛനോട് പറഞ്ഞ് അമ്മ ഒരു 5000 രൂപ വാങ്ങിത്താ. പശുവിനെ വാങ്ങി ഞാനിത് ശ്രീധരത്തിന്റെ കണക്കിൽ ചേർത്തോളാം. പശുവിനെ വാങ്ങണമെന്ന് പറഞ്ഞു തന്നെയല്ലേ കഴിഞ്ഞ വരവിലും ചേച്ചി കാശ് വാങ്ങിപ്പോയത്? ആ കാശ് കൊണ്ട് പണയം വെച്ച ആഭരണങ്ങൾ തിരിച്ചെടുക്കാന്ന് എന്റെ ഭർത്താവ് പറഞ്ഞാ എനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ഓരോ തവണ ചേച്ചി ഇവിടെ വന്നു പോകുമ്പോഴും കിട്ടാവുന്നതൊക്കെ കൊണ്ടുപോകാറില്ലേ? ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് നിർത്ത്. നമ്മളോടൊക്കെയുള്ള സ്നേഹം കൊണ്ട് അച്ഛനൊന്നും പറയാത്തത്. ദേ, മുളക് വാരി മുഖത്തേക്ക് ഞാൻ എപ്പോഴാടി അച്ഛനെ ബുദ്ധിമുട്ടിച്ചത്? ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും കൊണ്ടുപോകാറുണ്ടെങ്കിലേ അതെനിക്കും കൂടി അർഹതപ്പെട്ടത് തന്നെയാ. ഒരു കല്യാണവും കഴിച്ച് ഒരുത്തിനോട് പൊറുക്കുമ്പോഴേ നിനക്ക് അതിന്റെ വിഷമം മനസ്സിലാവും. മിന്നു കഴുത്ത വീണതുകൊണ്ടായില്ല മോളെ. ഒരു ഭാര്യയാവാനേ ഒരുപാട് സർക്കസ് കളിക്കണം. ഈ പശു ഒരു സർക്കസ് ആണെന്ന് കരുതിയാ മതി. കള ഒന്ന് നിർത്ത്. അച്ഛൻ വരുമ്പോ നിന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം. ആരാ തേങ്ങ ഇടുന്നേ? നീ എന്തുവാടായി കാണിക്കുന്നേ? എനിക്ക് തിരുവനന്തപുരം വരെ പോകാൻ ഇത്തിരി കാശ് വേണം. അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ തരില്ല. അതുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് എടുത്തു. ഇതെടുത്താ നീ വിവരം അറിയും. തേങ്ങാക്കാരന്റെ കയ്യിൽ നിന്ന് അടുത്ത വെട്ടിനുള്ള പണം കൂടി മുൻകൂർ വാങ്ങിച്ചിട്ടാ കഴിഞ്ഞ മാസം അച്ഛൻ നിങ്ങൾക്ക് ചോറ് തന്നത്. ഇതിൽ നിന്ന് ഒരൊറ്റ തേങ്ങ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കൊരു അത്യാവശ്യ കാര്യത്തിനാ. ഒരത്യാവശ്യം എനിക്ക് കേൾക്കണ്ട. കുറെ ദിവസം കണ്ടക്ടറായിട്ട് നടന്നിട്ടേ പാന്റും ഷർട്ടും കൂളിംഗ് ഗ്ലാസും വാങ്ങിച്ചതല്ലാണ്ട് വീട്ടു ചെലവിന് നീ എന്തെങ്കിലും തന്നോ? എനിക്കും ആവശ്യങ്ങളില്ലേ അമ്മേ? ആവശ്യത്തിനെ സ്വന്തമായിട്ട് സമ്പാദിക്കണം. ഞാൻ എന്ത് ചെയ്യണം? കക്കാൻ പോണോ? കട്ടിട്ടോ പിടിച്ചു പറിച്ചിട്ടോ എങ്ങനെയായിരുന്നാലും എനിക്ക് വിരോധമില്ല. ഈ തേങ്ങയിൽ നിന്ന് ഒരൊറ്റ എണ്ണം എടുത്ത് പോരുത്. ആഹാ, അപ്പൊ എന്റെ കാശ്? ഇനി നിന്റെ കാശ്. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് 25 രൂപ കൂടുതലായിരുന്നത്. 50 രൂപ കയറ്റിയാലും വാങ്ങാൻ ആളുണ്ട്. സൂപ്പർ സ്റ്റാറിന്റെ പടവാ. പോരാത്തിന് 7 ഇടി. വേഗം ചെല്ല്. സീറ്റ് നമ്പർ ഒന്നുമില്ല. ടിക്കറ്റ് ഉണ്ടോ? ഞങ്ങൾ 4 പേരുണ്ട്. 4 ഉണ്ട്, പക്ഷെ 100 രൂപയാവും. എത്രയായാലും വാ. ബ്ലാക്കിലേ ഉള്ളൂ. 4 എണ്ണത്തിന് 100 രൂപ. സാരില്ല. തുറച്ചു നോക്കൊന്നും വേണ്ട. കുറച്ച് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. തൽക്കാലം ഈ ഒരു മാർഗ്ഗമേ കണ്ടുള്ളൂ. എനിക്ക് നല്ലൊരു പണി കിട്ടട്ടെ. നിനക്കും നിന്റെ കൂട്ടുകാരികൾക്കും എന്റെ ചെലവിൽ ഒരു മാറ്റിനി കാണിച്ചു തരാം. എവള് കൂടിയുള്ളതുകൊണ്ട് 100 വേണ്ട, 50 മതി. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിപ്പിച്ചതാ. ലേഡീസും കൂടി ഉൾപ്പെട്ടതാണോ ഇവന്മാരുടെ റാക്കറ്റ്? എങ്കിൽ കേറിക്കോ, ഞാൻ സൽക്കരിക്കാം. ബ്ലാക്കിൽ ആര് ടിക്കറ്റ് വിറ്റാലും ഞാൻ തൂക്കും, ബ്ലാക്കിൽ ആര് ടിക്കറ്റ് വാങ്ങിയാലും ഞാൻ തൂക്കും. കള്ളന്മാരെ തൂക്കുന്നത് രാംകുമാർ IPS ഒരു നാടൻ കല മാത്രമാണ്. വണ്ടി വിടെ.